കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അല്ല ഇങ്ങനെ ഇവിടെ നിൽക്കണം തന്നെ. അല്ല എന്തിനാ ഇവിടെ നിൽക്കണത്? ഇതുവഴി പോകുന്നവർക്കൊക്കെ സ്ഥാനം കിട്ടുന്നതൊക്കെ കേട്ട്, എനിക്കെല്ലാം കിട്ടിയാലോ? ആണോ? ഇതിനേക്കാളും വലിയൊരു ടോപ്പിക് സംസാരിക്കണ്ട്. വാ നമുക്ക് സംസാരിക്കാം. അല്ലണ്ണ, ഇവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ KC ആണോ, ശശിയാണോ, VD ആണോ, ഇനി RC ആണോ മുഖ്യമന്ത്രി ആവുന്നത്? ആരായിരിക്കും? നമുക്ക് ഓരോരുത്തരായിട്ട് വിലയിരുത്താം. അപ്പൊ നമുക്ക് RC തുടങ്ങാം. അണ്ണ RCയെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നെ. ഈ നേതാക്കന്മാർക്കൊക്കെ വേണ്ടത് യൂത്ത് പിള്ളേരെയാണ്. ഈ RC ഉള്ളത് I ഗ്രൂപ്പിലാണ്. ഈ I ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ ഈ I ഗ്രൂപ്പ് RCയുടെ കൂടെയാണോ, ഇനി വേറെ വല്ലവരുടെ കൂടെയാണോ? പിന്നെ വെൽ എഡ്യൂക്കേറ്റഡും നല്ല കാര്യപ്രാപ്തിയുള്ള ശശിയണ്ണനായിരിക്കും. അയ്യോ അണ്ണ, ഇത് കാര്യമായി അണ്ണ, ഒരു ഓറഞ്ച് ജ്യൂസ്. ആ അപ്പൊ പറയ്, ശശിയണ്ണനാണോ? പുള്ളി പൊളിയൊക്കെ തന്നെയാണ്, പക്ഷെ പുള്ളി ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടേ ഇല്ല. അത് ശരിയാണ്. ഇങ്ങനെ ഞാൻ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ മണ്ഡലത്തിലും കൂടെയാണ്. അങ്ങനെ ഒരു പൊടി പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എങ്കിൽ പിന്നെ അണ്ണ ഉറപ്പിച്ചോ, നമ്മുടെ അഡ്വക്കേറ്റ് VD അണ്ണൻ തന്നെ. VD ആയിരുന്നേനെ, പക്ഷെ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് യൂത്തിന്റെ പിന്തുണയെല്ലാം VDക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ VD അദ്ദേഹത്തിന് നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല. കാരണം അങ്ങേര് ചെയ്തത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അത് ശരിയാണ്. അപ്പൊ ഗോളടിക്കാൻ സാധ്യതയുള്ളത് KC അദ്ദേഹമായിരിക്കും. കുറെ നാള് കേന്ദ്രത്തിലായിരുന്നു, ഇപ്പൊ സംസ്ഥാനത്ത് എപ്പോഴും കാണും KC തുമ്മിയ വാർത്ത. അയ്യോ, എല്ലായിടത്തും KC തന്നെയാണ്. പക്ഷെ ഇവര് 4 പേര് ജയിക്കണമെങ്കിൽ വേറൊരു പണിയും കൂടെ ഉണ്ട്. ഇവര് നല്ലോണം പണിയെടുക്കണം. അതുകൂടാതെ ഇവര് ജയിക്കാനുള്ളൊരു കടമ്പയും കൂടെ കാണണം. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെങ്കിലും നടക്കുമോ.